നീറ്റ് 2022 എന്നായിരിക്കും നടക്കുക? നീറ്റ് 2022 ഡേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നമ്മൾക്ക് ഏകദേശം നീറ്റ് എക്സാം എന്ന് നടക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എസ്പെഷ്യലി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ കൃത്യമായൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഹലോ, ഡോക്ടർ ആഷിഖാണ്, ഡോപ്പയിൽ നിന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, എസ്പെഷ്യലി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഒരുപാട് കോളുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. നീറ്റ് 2022 എന്നായിരിക്കും നടക്കുക എന്ന് ചോദിച്ചിട്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി പല ഓൺലൈൻ മാധ്യമങ്ങളിലും നീറ്റ് 2022 മെയ്യിലേക്ക് നടക്കുമെന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളെല്ലാം അവിടെ ഇവിടെ വരുന്നതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായി പറയാനുള്ള കാര്യം, നീറ്റ് 2022 ഡേറ്റിനെ പറ്റിയിട്ട് ഒഫീഷ്യലായിട്ട് യാതൊരു തരത്തിലുള്ള കൺഫർമേഷൻസും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നീറ്റ് 2022 മുന്നേ, അതിന് മുന്നേ നമ്മുടെ കോവിഡ് കാലത്തിന് മുന്നേയുള്ള എല്ലാ നീറ്റ് എക്സാമും മെയ് ആദ്യത്തെ ഞായറാഴ്ചയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആൻഡ് കോവിഡ് വന്നതിന് ശേഷം അത് ജൂൺ ജൂലൈയിലേക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ വരേക്കും നീറ്റ് എക്സാം നീണ്ടുപോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണത്തെ നീറ്റ് എക്സാം എപ്പോഴായിരിക്കും എന്ന് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യുക അസാധ്യമായ കാര്യമാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾക്ക് ഏകദേശം നീറ്റ് എക്സാം എന്ന് നടക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എസ്പെഷ്യലി ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ കൃത്യമായൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ആൻഡ് നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ ഫോം ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഏറ്റവും ഏർലിയസ്റ്റ്, ഏറ്റവും നേരത്തെ നീറ്റ് എക്സാം എന്നത്തേക്ക് വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതനുസരിച്ച് നമ്മൾ മെയ് അവസാനത്തെ ആഴ്ച അല്ലെങ്കിൽ ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ നീറ്റ് എക്സാം ഉണ്ടാകും എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏപ്രിൽ ആദ്യത്തേക്ക് നമ്മുടെ മുഴുവൻ സ്റ്റഡീസും തീർത്ത്, ഏപ്രിലിലും മെയ്യിലും നമ്മൾ റിവിഷൻ അടക്കമുള്ള കാര്യങ്ങൾ തീർത്ത് ജൂൺ ആദ്യ വാരത്തിലേക്ക് നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാനുള്ളത്. ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. കാരണം നീറ്റ് 2021 കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ എൻട്രൻസ് ക്രാക്ക് ചെയ്ത കുട്ടികളുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അവരുടെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ തുടങ്ങുന്നത് മിക്കവാറും ഈ ജനുവരി അവസാനത്തിലേക്കായിരിക്കും. അവരുടെ അഡ്മിഷൻസ് നടക്കുന്നതും ക്ലാസ്സുകൾ തുടങ്ങുന്നതും 2022 മാർച്ച് മാസത്തിലോ മാർച്ച് അവസാനത്തിലേക്കോ ആയിരിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ 2022 നീറ്റ് എഴുതാൻ പോകുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് 2023 മാർച്ചിലായിരിക്കും. സോ 2023 മാർച്ചിൽ അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികൾക്ക് മിക്കവാറും ജൂൺ കഴിഞ്ഞ് ജൂലൈയിലോ ഓഗസ്റ്റിലോ, ഒരുപക്ഷെ കഴിഞ്ഞ വർഷം എക്സാം നടന്ന പോലെ സെപ്റ്റംബറിൽ വരേക്കും എക്സാം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുവരെ നമുക്ക് സമയം ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ ആരും ഇപ്പോൾ നിങ്ങളുടെ പഠിത്തത്തിനെ ലൂസാക്കി കാണരുത്. നിങ്ങൾ ടൈറ്റായിട്ട് തന്നെ പഠിക്കുക, കൃത്യമായ ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സ്റ്റഡീസ്, നിങ്ങളുടെ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെഡ്യൂളുകൾ ഏകദേശം ഏപ്രിൽ പകുതിയിലേക്കോ ഏപ്രിൽ ലാസ്റ്റിലേക്കോ മുഴുവനായിട്ടും തീർക്കുന്ന രീതിയിൽ തന്നെ പോവുക. നീറ്റ് 2022 ഡേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വാർത്തകളും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. NTA ഭാഗത്ത് ഒഫീഷ്യലായിട്ട് വരുന്ന കൺഫർമേഷനുകൾ മാത്രം വിശ്വസിക്കുക. ആൻഡ് സാധാരണഗതിയിൽ NTA നോട്ടിഫിക്കേഷൻ നമ്മളുടെ എക്സാം വരുന്നതിന് 2.5 മാസം മുന്നേ അല്ലെങ്കിൽ 3 മാസം മുന്നേ ആയിരിക്കും വരിക. സോ അവരെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ആൻഡ് ഇപ്പോഴത്തെ നമ്മളുടെ ടാർഗറ്റ് മെയ് അവസാന വാരം അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരം എന്ന് തന്നെ വെക്കുക. മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്.